ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിതേ വെൽ സെറ്റായിട്ട് റെഡി ആയിട്ട് ഇറങ്ങുകയാണ്. അതായത് ഇന്ന് എനിക്കൊരു മെയിനായിട്ടുള്ളൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. എൻ്റെ ഒരു വർഷത്തെ ടെൻഷനാണ് ഇന്ന്. എന്താ പറയുക, ടെൻഷൻ കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ ഇന്നത്തോടെ അവസാനിക്കുമോ എന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റാണ് ഇന്ന് നടക്കാൻ പോണത്. അതായത് കഴിഞ്ഞ വർഷം എൻ്റെ ഒരു പ്രഗ്നൻസിയുടെ ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിൽ ആക്ച്വലി എനിക്ക് അത് അബൂഷനായി പോയി. അപ്പോൾ എന്താ പറയുക, ആ സമയത്ത് കണ്ടുപിടിക്കപ്പെട്ടൊരു സംഭവമാണ്. അതായത് ലിവറിൽ 2 എൻസൈംസ് വളരെയധികം കൂടിയിട്ടെന്ന് പറഞ്ഞാൽ വളരെയധികം കൂടിയിട്ടുള്ളൊരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളൊരു ലിവറിൻ്റെ ഡോക്ടറെ കണ്ടു. അപ്പോൾ ആളുടെ പറഞ്ഞത് എന്താ വെച്ചാൽ അധികം വൈകാതെ തന്നെ എനിക്ക് നോൺ ആൽക്കഹോളിക് സീറോസിസ് വരും, സുബി അല്ലെങ്കിൽ ലാലൊക്കെ മരിച്ചതുപോലെ ഞാൻ എത്രയും പെട്ടെന്ന് മരിക്കും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ കാലക്രമേണ വളരെയധികം വൈകാതെ ഒരു സ്റ്റേജിൽ എനിക്കത് സംഭവിക്കുന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ എന്തായാലും മരിക്കുമെന്നൊക്കെ എപ്പോഴും നമുക്കറിയാം. അടുത്ത മൊമെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും നമ്മൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. എന്താ പറയുക, കുറച്ച് നാളും കൂടിയൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. ആ സ്ഥാനത്ത് വലിയൊരു ടെൻഷനാണ് കയറിയത്. വലിയ ടെൻഷൻ എന്ന് വെച്ചാൽ എനിക്ക് വേറെ ഒന്നുമല്ല. അതായത് എനിക്കിപ്പോൾ ഒരു കുഞ്ഞു മോളാണുള്ളത്. അപ്പോൾ അവളൊന്ന് വളർന്നു വരുന്നവരെ ഞാൻ ഉണ്ടാവണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അവളുടെ അവൾ സ്വന്തം കാലിൽ നിൽക്കുന്നവരെ ഉണ്ടാവണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും ഉള്ളത് തന്നെയല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഈ ഒരു വലിയ ടെൻഷൻ കഴിഞ്ഞപ്പോൾ ഞാനൊരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു തോത് എത്രത്തോളമാണ്, എന്താണ് ഇപ്പോഴത്തെ ലിവറിൻ്റെ കണ്ടീഷൻ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു ടെസ്റ്റ് ചെയ്യാനാണ് ഇന്ന് പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്തു, അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മളുടെ റിസൾട്ട് നെഗറ്റീവായിരുന്നു. എനിക്കങ്ങനെ കുറച്ച് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ തന്നെ നന്നായിട്ടൊന്ന് ട്രീറ്റ് ചെയ്തേക്കാമെന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഉള്ളിൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ ഞാൻ അറിയാതെ വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് എനിക്ക് പോലും അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ മനസ്സിലാവുണ്ടായിരുന്നില്ല. പക്ഷെ എപ്പോഴും അതൊരു വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ആ റിസൾട്ട് കണ്ടപ്പോഴാണ്, അതായത് റിസൾട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ പകുതി മുക്കാലും ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, പിന്നെ ഞാൻ കാലത്ത് തൊട്ട് ഫുഡൊന്നും കഴിക്കാതെ പോയിട്ടാണ് ഈ ടെസ്റ്റ്. അപ്പോൾ കാലത്ത് പോയെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കാണ് ഞാൻ പോയത്. എഴുന്നേറ്റപ്പോൾ തന്നെ ഒരുപാട് വൈകി. അപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് ഞാൻ പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പോത്തീസിൽ പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് നമുക്ക് തന്നെ പോകുമ്പോഴൊക്കെ ഏറ്റവും കംഫർട്ടബിളായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പോത്തീസിൻ്റെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടുത്തെ ഫുഡെല്ലാം നല്ലതാണ്. ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് സാധനങ്ങളും നമുക്ക് അവിടെ ഉണ്ട്. പിന്നെ വലിയൊരു കത്തി റേറ്റ് അല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്പം ഞാൻ ഉഴുന്നുവട ഈ കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, ഷെയ്ക്കൊക്കെ. ആക്ച്വലി എനിക്ക് ഷുഗറും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ നാൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. കൊളസ്ട്രോളൊക്കെ ചെറിയ തോതിൽ ഇപ്പോഴും ഉണ്ട്. എങ്കിൽ പോലും ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ എല്ലാം ഒന്ന് എന്താ പറയുക, ഉള്ളിലത്തെ ആ ഒരു എന്താ പറയുക, ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്ന ആ സംഭവം ഒന്ന് വിട്ടുകളയാൻ ഫ്രീ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനതെല്ലാം നല്ല തട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് വേറെ ഒന്നും അങ്ങനെ ഹെവി ആയിട്ട് കഴിക്കാനുള്ള ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ബിരിയാണിയോ പൊറോട്ടയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇങ്ങനെ എന്തെങ്കിലും കഴിക്കണം എന്നായിരുന്നു. പിന്നെ ഷെയ്ക്ക് കഴിക്കണമെന്ന് കുറച്ച് ദിവസമായിട്ട് വളരെയധികമുള്ള ആഗ്രഹം. അപ്പോൾ ഞാൻ ചോദിച്ചു ഷെയ്ക്കും അതിൻ്റെ കൂടെ ഈ വക സാധനങ്ങളും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കഴിച്ചു. ഞാൻ വളരെ ഹാപ്പി ആയിട്ട് എന്നെ തന്നെ എപ്പോഴും നമ്മളെ തന്നെ നന്നായിട്ടൊന്ന് ട്രീറ്റ് ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഇതൊക്കെ കുറച്ച് മുമ്പേ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. പക്ഷെ ഞാൻ തന്നെ ഇപ്പോൾ വളരെ ലേറ്റാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നിങ്ങളെ തന്നെ ട്രീറ്റ് ചെയ്യാൻ മറക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞു കാര്യങ്ങൾക്കാണെങ്കിൽ നമ്മളൊരു സന്തോഷം വരും. നമ്മളെ തന്നെ ട്രീറ്റ് ചെയ്ത് ഹാപ്പി ആക്കി വെക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ചും കൂടി അത് ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാം എനിക്ക് വളരെ വൈകി വന്ന ചിന്താഗതികളാണ്. എന്തായാലും ഞാൻ നല്ല അടിച്ച് മിന്നിച്ച് കഴിക്കുകയാണ്. എന്താ പറയുക, ഒരു ഇതും നോക്കുന്നില്ല. ഫോണ് മുന്നിൽ ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഫോണൊന്നും മൈൻഡ് ചെയ്യാതെ ഞാനിരുന്ന് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. പിന്നെ എന്താ വെച്ചാൽ ഞാൻ അവിടെ ടി വിയിൽ ഇങ്ങനെ ന്യൂസ് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ നന്നായിട്ട് കഴിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഇതൊക്കെ ആണെങ്കിലും ഡോക്ടർ അവിടെ റിസൾട്ട് പറഞ്ഞെങ്കിലും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഡോക്ടറുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കരധികം വിശ്വാസമുള്ളൊരു ഡോക്ടറും കൂടി ഉണ്ട്. അപ്പോൾ ആളെയും കൂടി കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ വൈകുന്നേരം തന്നെ എന്താ പറയുക, ഞാൻ ആ ഡോക്ടറെ, അതായത് ഞാൻ പറഞ്ഞില്ല എനിക്ക് നല്ല വിശ്വാസമുള്ളൊരു ഡോക്ടർ ഉണ്ടെന്ന്. അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിൽ എനിക്കും ഹസ്ബൻഡും നല്ല വിശ്വാസമാണ് ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് ഡോക്ടറെ കാണാനാണ്. ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് നേരെ പോയത് ഡോക്ടറെ കാണാനാണ്. പരമേശ് ഡോക്ടറാണ്. അപ്പോൾ എന്നെ പല സാഹചര്യങ്ങളും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുടെ ട്രീറ്റ്മെൻറ്റിൽ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസം. അപ്പോൾ അത് കാരണം ഞാൻ നേരെ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ നിനക്ക് യാതൊരു കുഴപ്പമില്ല, അടുത്ത കാലത്ത് ഇതുകൊണ്ട് നീ തട്ടിപ്പോകാൻ പോകുന്നില്ല, അതല്ലാണ്ട് ഇപ്പോൾ തട്ടിപ്പോകുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ഏതാ പറയേണ്ടത് ഒന്നും അറിയില്ല. നമ്മൾ തട്ടത്തിൻ മറയത്തിൽ പറയില്ല, ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ സിറ്റുവേഷനായിരുന്നു. എനിക്ക് അവിടെ നിന്ന് തുള്ളിച്ചാടണമെന്നൊക്കെ
ചടവെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും ചടവില്ല. ആ ഡോക്ടർ വിചാരിക്കില്ല എനിക്ക് അരപ്പിരി ലൂസായി എന്ന്. പക്ഷെ സത്യം പറഞ്ഞ ഒരു അരപ്പിരി പോയതിനേക്കാൾ അല്ലെങ്കിൽ മുഴുപിരി പോയ അവസ്ഥയിൽ തന്നെയായിരുന്നു ഞാൻ. എന്തൊക്കെ പറഞ്ഞാലും ഞാനിതൊക്കെ കഴിഞ്ഞ് ദേ ഇവിടെ നിന്ന് നല്ല തട്ടൊക്കെ തട്ടി ഫുഡൊക്കെ കഴിച്ച് ഡോക്ടറെ കണ്ട് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ഞാൻ എത്തിയപ്പോഴുണ്ടല്ലോ എൻ്റെ മണിക്കുട്ടി മോൾക്ക് നല്ല ചുട്ട പനി. അങ്ങനെ ഞാൻ അപ്പം തന്നെ ഡോക്ടറെ ഇടയ്ക്ക് വിളിച്ചു, ഉണ്ണീനെയും കാണിക്കണം എന്ന് പറഞ്ഞ് വേഗം ഡോക്ടർ പോയിട്ടുണ്ടായിരുന്നില്ല, വേഗം ഉണ്ണീനെയും കൊണ്ട് പോയി. അങ്ങനെ അവിടെ വെച്ച് ഉണ്ണിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പനി കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അവൾ ലൂസ് മോഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ലൂസ് മോഷൻ ഉണ്ടായി. അത് കഴിഞ്ഞ് അവിടെ വെച്ചിട്ട് ഡോക്ടർ വോമിറ്റിംഗ് ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചാൽ അതിനുള്ള മരുന്ന് വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും തന്നെ എന്താ പറയുക, ഉണ്ണി വോമിറ്റ് ചെയ്തു. അവിടെ നിന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ, ക്ലിനിക്കാണ്, അപ്പോൾ ക്ലിനിക്കിൽ നിന്ന് തന്നെ എന്താ പറയുക വോമിറ്റ് ചെയ്തു. പിന്നെ ഞാൻ അങ്ങനെ വേഗം ഡോക്ടർ തന്ന മരുന്നൊക്കെ കൊണ്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിലേക്ക് വന്ന് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് ഞങ്ങൾ MAGയിൽ പോയി അഡ്മിറ്റ് ആവേണ്ട വന്നു. കാരണം വോമിറ്റിങ്ങും ലൂസ് മോഷനും നിൽക്കുന്നേ ഇല്ലായിരുന്നു. പിറ്റേ ദിവസം തോന്നുന്നുണ്ട് ഞാൻ പോയി എന്തായാലും അഡ്മിറ്റ് ആയി കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇത് അന്നത്തെ ഒരു കഥ ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എൻ്റെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഭയങ്കര ഹാപ്പിയായി. അത് കഴിഞ്ഞിട്ട് ചേട്ടനെ വിളിച്ചു. ചേട്ടനെ വിളിക്കാൻ പോകുന്നതാണെന്ന് തോന്നുന്നുണ്ട് ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും ചേട്ടനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് വലിയൊരു സന്തോഷം തന്നൊരു ദിവസമായതുകൊണ്ടാണ് ഞാനതിവിടെ ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തായാലും എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ നമ്മൾക്ക് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിന് വേണ്ടി ഒരുപാടൊന്നും വെച്ച് വൈകിക്കാതെ നേരത്തെ തന്നെ പോയി ഈ റിസൾട്ട് കാണാം. ഈ 1 വർഷം വരെ ആക്ച്വലി ഇതിൻ്റെ ടെൻഷനൊന്നും കൊണ്ട് നടക്കേണ്ട ഒരു ആവശ്യം എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഞാനത് ചെയ്തു. നിങ്ങൾ അത്തരം മണ്ടത്തരങ്ങൾ ചെയ്യാതെ തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഡോക്ടറെയൊക്കെ കണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റണം കേട്ടോ. ഓക്കെ.